തെരുവിലൂടെ നടന്നു വന്ന ഒരു മനുഷ്യന് അവിടെ വെച്ച് ഒരു പേഴ്സ് ലഭിക്കുന്നു. അയാൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ പണമൊന്നും കണ്ടില്ല. അതേസമയം ഒരു സ്ത്രീ പോലീസുമായി വന്ന് അയാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പേഴ്സിലുണ്ടായിരുന്ന പണം നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചത് എന്നവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ലഭിച്ച പേഴ്സ് കാലിയായിരുന്നു എന്ന് അയാൾ മറുപടി നൽകി. എന്നാൽ ആ സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ്റെ ഫീസ് അടയ്ക്കാനുള്ള പണമാണത്, ദയവായി നിങ്ങളത് തിരിച്ചു തരൂ. ആ സ്ത്രീയുടെ അവസ്ഥയിൽ സങ്കടം തോന്നിയ ആ മനുഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം അവർക്ക് നൽകിയതിനു ശേഷം അവരോട് ക്ഷമ ചോദിച്ചു. ആ സ്ത്രീ മടങ്ങിപ്പോയി. എന്നാൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യാനായി ആ മനുഷ്യനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാനായി അതുവഴി കടന്നു പോകുകയായിരുന്ന ആ സ്ത്രീയെ ആരോ പിന്തുടരുന്നതായി അവർക്ക് തോന്നി. താൻ കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ വീണ്ടും പോലീസിനെ സമീപിച്ചു. കഴിഞ്ഞ തവണത്തെ അതേ പോലീസുകാരനോടാണ് അവർ ഇത്തവണയും പരാതി പറഞ്ഞത്. എന്നാൽ അവർ അടുത്തു വന്നപ്പോഴേക്കും പിന്തുടർന്നു വന്ന ആ മനുഷ്യൻ കുഴഞ്ഞു വീണ് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ തവണ പേഴ്സ് മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെട്ട അതേ മനുഷ്യനായിരുന്നു. അയാളെ കണ്ട പോലീസുകാരൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു കള്ളനല്ല. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള പണം മോഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ തവണ അയാളുടെ പണമാണ് നിങ്ങൾക്ക് തന്നത്. അല്പസമയത്തിന് ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ആ മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിച്ചു. അപ്പോൾ ആ മനുഷ്യൻ ആ സ്ത്രീയോട് പറഞ്ഞു, ദയവായി പോയി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കൂ. അതാരും മോഷ്ടിക്കുന്നില്ല എന്നുറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തവണ ഞാൻ നിങ്ങളെ പിന്തുടർന്നത്. കോപത്തിലും നിരാശയിലും നാം ആളുകളെ തെറ്റായി വിധിച്ചേക്കാം. എന്നാൽ വീണ്ടും അവസരം ലഭിക്കുകയാണെങ്കിൽ തെറ്റു തിരുത്തുക. സ്വീകരിച്ച കൃപകൾക്ക് നന്ദിയുള്ളവരായിരിക്കുക.